ഈ ബലൂചിസ്ഥാൻ എന്നും പാകിസ്ഥാൻ ഒരു തലവേദനയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു തീവണ്ടി തന്നെ തട്ടിക്കൊണ്ടുപോയി ഈ ബലൂച്ച് ലിബറേഷൻ ആർമി. ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. പാകിസ്ഥാൻ അവരെ തീവ്രവാദികൾ എന്നാണ് വിളിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിക്ക് ശേഷം ബലൂചിസ്ഥാനിലെ പെഷവാറിൽ നിന്ന് ക്വറ്റയിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് അതിൻ്റെ 6 ബോഗികൾ പാളം തെറ്റി. കാരണം റെയിൽവേ ട്രാക്കിൽ ബോംബ് വച്ചിരുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം നേരത്തെ പറഞ്ഞ മാതിരി ഈ ക്വറ്റ എന്ന് പറയുന്ന ടൗണ് ബലൂജികളുടെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പം അവിടെ അവർ സ്വന്തം പതാക ഉയർത്തി അത് അവരുടെ സ്വന്തം ആർമി. ഇപ്പം നമ്മൾ വിമോചന ആർമി അല്ല, അവർ ബലൂചിസ്ഥാൻ ആർമി എന്ന് തന്നെയാണ് അവരിപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ബലൂചിസ്ഥാൻ ആർമി അവരുടെ നാണയങ്ങൾ, പാസ്പോർട്ട്, ബാക്കി എല്ലാ രീതിയിലും അവരൊരു പുതിയ UN അംഗത്വത്തിന് ചോദിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏതെങ്കിലും 1-2 രാജ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ ഇത് ആക്ച്വലി യഥാർത്ഥത്തിൽ ഇത് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു പ്രവിശ്യയാണ്. ബലൂജികളുടെ ഐഡന്റിറ്റി വേറെയാണ്. ഈ പാകിസ്ഥാൻ്റെ ഐഡന്റിറ്റിയായിട്ടും ഈ പഷ്തൂണുകളുടെ ഐഡന്റിറ്റി ആയിട്ടൊന്നും അവർക്ക് വലിയ ബന്ധമില്ല. ഈ പഞ്ചാബ്, സിന്ധ്, പഷ്തൂൺ തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു എന്നാൽ ധാതു സമ്പത്തുക്കളാൽ സമ്പന്നമായ. അതെ, പാകിസ്ഥാന്റെ 40% പ്രദേശം വരുന്നത് ബലൂചിസ്ഥാൻ. പക്ഷെ ആ ബലൂചിസ്ഥാനിലുള്ള അവർക്ക് അത് ഏറ്റവും കൂടുതൽ ബലൂജികളെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത് ഈ ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾ പാകിസ്ഥാൻ അടിയറ വച്ചേക്കുന്നത് ചൈനയ്ക്കാണ്. അവരാക്രമണം എപ്പോഴും ചൈനീസ് പൗരന്മാർക്കെതിരായിട്ടാണ് അവിടെ ആക്രമണം നടക്കുന്നത്. ഇതേ കാര്യത്തിൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വളരെ വഷളാണ്. കാരണം തെരഞ്ഞുപിടിച്ചിട്ട് അവരുടെ രാജ്യത്തെ പൗരന്മാരെ കൊല്ലുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് ചൈന ഏതാണ്ട് കഴിഞ്ഞ മാസവും ചൈന അത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരുന്നു. ഏതാണ്ട് 6-7 എഞ്ചിനീയർമാരെ ഈ ബലൂചിസ്ഥാനിൽ അവരുടെ ചൈനീസ് എഞ്ചിനീയർമാർ വധിക്കപ്പെട്ടു. അതെ. അപ്പം അവർ ചൈനക്കാര് ഇത് വന്ന് ഇവരുടെ ധാതു സമ്പത്ത് ചൈന മൈൻ ചെയ്ത് എടുത്തുകൊണ്ട് കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. 2, അവരുടെ ഐഡന്റിറ്റി അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. പാകിസ്ഥാൻ അവരെ ഒരു സ്റ്റേറ്റായിട്ട് പോലും അവരൊരു ജനവിഭാഗമായിട്ട് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കുന്നില്ല. ഇപ്പം ബംഗ്ലാദേശും പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോയത് തന്നെ അവരുടെ രണ്ടുപേരും കൾച്ചർ ശരിയല്ല. രണ്ടുപേരുടെയും കൾച്ചർ വിഭിന്നമാണ്, ഭാഷ വിഭിന്നമാണ്. മാത്രമല്ല ബംഗ്ലാദേശിനെ ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയവിശാലത പാകിസ്ഥാനില്ല. പകരം ബ്രിട്ടീഷുകാർ ഇന്ത്യ ചെയ്ത മാതിരി ബംഗ്ലാദേശിനെ ചൂഷണം ചെയ്ത് വീർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. മാത്രമല്ല അവരുടെ ജനാധിപത്യ അവകാശങ്ങളൊക്കെ തിരസ്കരിക്കുന്നതിൻ്റെ അടുത്ത് ഇവിടെ എടുത്തു പറയേണ്ടത് പാകിസ്ഥാന്റെ വനിതാ സാക്ഷരത 26-27% ആയിരിക്കുമ്പോഴത്തേക്ക് ബംഗ്ലാദേശിലെ വനിതാ സാക്ഷരത 76%-ഓളമാണ്. കാര്യം അതൊരു വനിതാ ശാക്തീകരണം ഉള്ള ഒരു രാജ്യമാണ്. അപ്പം ഇതേമാതിരി ബലൂചിസ്ഥാനിലെയും കൾച്ചറും അവരുടെ സ്ത്രീകളുടെ സ്റ്റാറ്റസും ഒക്കെ പാകിസ്ഥാനിലുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പം ആ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ ഒരു നാടൻ ഭാഷയിൽ പറയുമല്ലോ, മോരും മുതിരയും പോലെയാണ്. രണ്ടുപേരും തമ്മിൽ യോജിക്കാൻ ഉള്ള യാതൊരു സാധ്യതയില്ല. മാത്രമല്ല അവർ ഇത്രയും കാലം സഹിച്ചു. യഥാർത്ഥത്തിൽ ബലൂചിസ്ഥാൻ വേറൊരു രാജ്യമാകേണ്ടതായിരുന്നു. ജിന്ന ചതിച്ചതാണ്. എന്നിട്ടും അവർ സഹിച്ചു, ക്ഷമിച്ചിരുന്നു. ചൈനക്കാർ വന്ന് അവരുടെ ധാതു സമ്പത്ത് കൊള്ളയടിക്കുന്നവരെ അവർ സൈലൻ്റായിട്ട് ഇരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പം ചൈനീസ് ഇൻവാഷനോടെയാണ് അവർ. മാത്രമല്ല ചൈനയ്ക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തേക്കുന്ന പ്രധാന തുറമുഖം വരുന്നത് ബലൂചിസ്ഥാനിലാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് അവർക്കൊരു സെപ്പറേറ്റ് രാഷ്ട്രമാവണമെന്നുള്ള ഒരു നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തോടുള്ള ഉണ്ടായിരുന്ന നമുക്കുള്ള അതേ ഒരു ചിന്ത തന്നെയാണ് ബലൂജികൾക്ക് ഉള്ളത്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. രണ്ടുപേരുടെയും വികാരങ്ങൾ ഒന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണയും അതുവഴി പോകുന്ന ട്രെയിൻ ഇതേ എക്സ്പ്രസ് തന്നെയാണ്. ജാഫർ എക്സ്പ്രസ് തടഞ്ഞു വെക്കുകയും ഏകദേശം 197 പട്ടാളക്കാരെ അവർ ബന്ദികളാക്കുകയൊക്കെ ചെയ്തു. അത് പിന്നെ അവരുടെ സൈന്യം വന്ന് മോചിപ്പിക്കുകയും അതിനെപ്പറ്റി ഒരുപാട് പത്രങ്ങളിലൊന്നും കാണുന്നില്ല. അത് അവരെങ്ങനെ കോഷ് ചെയ്തു. കാര്യം ആ രാജ്യത്തുള്ള സെൻസറിങ് കാര്യമായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അത് പാക് സൈന്യത്തെ സംബന്ധിച്ച് ഒരു വലിയ നാണക്കേടായിരുന്നു. ഇപ്പോഴും വീണ്ടും അതേ എക്സ്പ്രസ് തന്നെ വീണ്ടും അവർ റെയിൽപാളത്തിൽ ബോംബ് വെച്ച് തകർത്തു.
അത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്കുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. ചിലപ്പോൾ കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടോ എന്ന് അറിയത്തില്ല. ഒരു കുട്ടി എന്തോ മരിച്ചെന്നോ അങ്ങനെ എന്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ വരുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണ്. അതിൽ ഒരു കുട്ടിയുണ്ട് എന്നാണ്. പക്ഷെ പാകിസ്ഥാൻ മീഡിയ ഇത്തരം കാര്യങ്ങൾ ബലൂചിസ്ഥാന് സ്വന്തമായിട്ട് മീഡിയ ഇല്ലല്ലോ. പാകിസ്ഥാൻ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ അത് ബലൂചിസ്ഥാന് എതിരായ വാർത്തകളെ. കാര്യം 6 ബോഗികൾ പാളം തെറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരാൾക്ക് 4 പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 270 പാസഞ്ചേഴ്സ് ഉണ്ടെന്നാണ്. 270 പാസഞ്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ 4 പേരൊന്നും പോരാ. അത് ഒന്നാമത് ഇത്രയും വലിയൊരു ട്രെയിനിൽ ആകെ 270 പാസഞ്ചേഴ്സേ ഉള്ളൂ എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാര്യം ഒരു ബോഗിയിൽ കുറഞ്ഞ സാധാരണ 6 പാസഞ്ചേഴ്സ് 60 പാസഞ്ചേഴ്സ് മിനിമം യാത്ര ചെയ്യാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു കമ്പാർട്ട്മെന്റിൽ അങ്ങനെ 6 കമ്പാർട്ട്മെന്റ് ആകുമ്പോഴത്തേന് 360ഓളമായി. ഇവർ കള്ളം പറയുന്നത് പോലും നേരെ കള്ളം പറയാൻ അവർക്ക് അറിയാത്ത ഒരു രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിൽ 20ഓളം ബോഗികളിലാണ് 6 ബോഗി പാളം തെറ്റി എന്ന് പറയുന്നത്. അപ്പൊ 6 ബോഗിയിൽ പാളം തെറ്റി കഴിഞ്ഞാൽ എന്തായാലും പാളം തെറ്റി മറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം കുറഞ്ഞത് 60 പേർക്കെങ്കിലും പരിക്കുണ്ടാവണം. മരണസംഖ്യ ഇതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. ഇതൊന്നും അവർ പുറത്തു വിടുന്നില്ല. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 നമ്മുടെ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ നമ്മുടെ ക്ലെയിമിനോട്, അത് ഇന്ത്യയുടേതാണെന്നുള്ള ക്ലെയിമിനോട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ബലൂചി നിലപാടാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ രാജ്നാഥ് സിംഗ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മില്യൺ 60 ലക്ഷത്തോളം ബലൂജികൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഈ കേൾക്കുന്നവരാരും വിചാരിക്കേണ്ട കാര്യമില്ല. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്നാഥ് സിംഗൊക്കെ വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ കോസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ സർക്കാരിന് എതിരാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിന്റെ വിഷയത്തിലാണ് ബലൂചിസ്ഥാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്. പിന്നെ അവർക്ക് ചൈന ഗവൺമെന്റുമായിട്ട് പാകിസ്ഥാന്റെ ഒരു അടുപ്പത്തെ ബലൂജികൾ എതിർക്കുന്നു. അവര് നഖശികാന്തം എതിർക്കുക. അതെ. അപ്പൊ നമ്മുടെ 2 സ്വാഭാവിക ശത്രുക്കളാണ് പാകിസ്ഥാനും ചൈനയും. അവരെ ബലൂചിസ്ഥാൻ എതിർക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർ നമ്മളോടൊപ്പമാണെന്ന് പറയുന്നതിനകത്ത് നമുക്ക് തെറ്റൊന്നുമില്ല. അപ്പം അവിടെ അതിന്റെ അർത്ഥം നമ്മൾ അവരോടൊപ്പം എന്നാവണമെന്നില്ല. അവർ നമ്മളോടൊപ്പമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതിനൊരു സെപ്പറേറ്റ് രാജ്യമാക്കാനുള്ള താല്പര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവിടെ ഉള്ളവർ അതിനു വേണ്ടിയിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുകയും നമുക്ക് അവിടെ ഒരു താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും നമുക്കുള്ള താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ 2 തുറമുഖങ്ങൾ ചൈന കൈവശപ്പെടുത്തുകയും അത് അവരുടെ നേവിയുടെ ഓപ്പറേഷൻ. നമ്മൾ തുറമുഖം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് കപ്പൽ വന്ന് ചരക്കിറക്കി കൊണ്ട് പോവുകയില്ല എന്നാണ് വിചാരിക്കുന്നത്. അതിനല്ല അവരുപയോഗിക്കുന്നത്. അവരുടെ അന്തർവാഹിനികൾക്ക് നങ്കൂരയിടാനും അവരുടെ സ്പൈയിങ് ഓപ്പറേഷനും അവരുടെ രഹസ്യ ഓപ്പറേഷനൊക്കെ അവർ ഉപയോഗിക്കുമെന്നുള്ള ഒരു ഭയമാണ് നമ്മളെ ഇതിനെ എതിർക്കാനുള്ള കാരണം. നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ എതിർക്കുന്നത് പാകിസ്ഥാനെയും ശ്രീലങ്ക അല്ല. ഈ രാജ്യങ്ങൾ ബേസ് ഉണ്ട്. മാൽദീവ്സും ഇങ്ങനെ തന്നെയാണ്. ഈ രാജ്യങ്ങളിലെ പൈസ കൊടുത്തിട്ട് അവരെ ബേസ് ആക്കിയിട്ട് അവരുടെ തോളിൽ ചവിട്ടി നിന്നു അല്ല, അവരുടെ തോളിൽ ഇവരുടെ റൈഫിൾ വെച്ച് നമ്മളെ വെടിവെക്കുമോ എന്നുള്ളതാണ് നമ്മളെ പേടി. അപ്പോൾ അതാണ് നമുക്ക് അവരുമായിട്ടുള്ള ഇക്കാര്യത്തിലുള്ള താല്പര്യം. കാര്യം ചൈന അമേരിക്കക്കാളും കൂടുതൽ ഒരു ഡൊമിനൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അവർക്ക് ശത്രുതയുണ്ട്, ഒരുപാട് രാജ്യങ്ങളുമായിട്ട് തർക്കമുണ്ട്, ഫിലിപ്പീൻസുമായിട്ട് തർക്കമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ചൈനയുമായിട്ട് എതിർക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിഫൻസ് എക്സ്പോർട്ടിൻ്റെ കസ്റ്റമേഴ്സ്. ഫിലിപ്പീൻസ്, മലേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് കൂടുതലും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ യുദ്ധോപകരണങ്ങൾ ബ്രഹ്മോസൊക്കെ അവർക്കാണ് ആവശ്യം. കാര്യം അവർക്ക് ചൈനയായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വെപ്പൺസ് ആവശ്യമുണ്ട്. നമ്മുടെ മിക്കവാറും എല്ലാ ഡിഫൻസ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന എല്ലാ ഡിഫൻസ് സാധനങ്ങളും വാങ്ങിക്കാൻ ഒരുപാട് പേര് ക്യൂ നിൽപ്പുണ്ട്. നമ്മൾ അത് സെലക്ട് ചെയ്ത് നോക്കി നമുക്ക് തിരിച്ച് ഉപദ്രവമായിട്ട് വരുമോയെന്ന് നോക്കിയിട്ടാണ് നമ്മൾ പല ഡീലുകളും
നമ്മൾ ഏർപ്പെടുന്നത്. അല്ല, നമ്മൾ സ്ലോ ആക്കി വെച്ചേക്കുന്നത്. വാങ്ങിക്കാനാണെങ്കിൽ അവർ എന്നേ തേജസ്സിന് ആൾക്കാരുണ്ട്, അസ്ത്രയ്ക്ക് ആൾക്കാരുണ്ട്, നാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. ഇന്ത്യയുടെ എല്ലാ മിസൈൽസും വെപ്പൺസും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നിപ്പോൾ. കാര്യം നമ്മൾ ഈ ഉപരോധം കാരണം നമ്മളെ പ്രതിരോധ മേഖലയിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിക്കാൻ നമ്മൾ നിർബന്ധിതരായി. ആ സാധനങ്ങളെല്ലാം ഏറ്റവും മികച്ചതാക്കാൻ നമ്മളെ എൻജിനീയേഴ്സും DRDO എല്ലാം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പലയിടത്തും ടെസ്റ്റ് ചെയ്തതാണ്. നമ്മൾ 82-ലൊക്കെ നമ്മൾ ബോഫേഴ്സിൻ്റെ ഒരു പീരങ്കി പോലെ ഇരന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ നിന്ന് മാറിയിട്ട് ഇന്ത്യയിൽ നിന്ന് 4ഓളം ഇനം പീരങ്കികൾ നമ്മൾ കയറ്റുമതി കയറ്റുമതി ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ വരുന്നത്, അപ്പോൾ നമുക്ക് ഈ നമ്മുടെ മേഖലകളിൽ ചൈനീസ് നുഴഞ്ഞുകയറ്റവും അതിൻ്റെ പാകിസ്ഥാൻ്റെ സപ്പോർട്ടും കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാം ആയി. ചുറ്റുപാട് ശത്രുക്കളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം നമ്മളെ ഒരു വളരെ മിത്ര രാജ്യമായിട്ട് നമ്മൾ കണ്ടുവരുന്നത് നേപ്പാൾ പോലും പാകിസ്ഥാനും ചൈനയും അവരുടെ ഇന്ത്യ വിരുദ്ധ ഓപ്പറേഷന് ഒരു ബേസായിട്ട് ചൈനയെ അവർ ഉപയോഗിക്കുകയാണ്. ഒരുപാട് സ്പൈസിനെ അവർ ചൈന വഴി ഇന്ത്യയിലോട്ട് കയറ്റി വിടുന്നുണ്ട്. ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിന് അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പ്രതിരോധ രംഗം എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പേരുമായിട്ടും നമ്മൾ ആരാണ് ശത്രു എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാതെ ഇരിക്കുകയാണ്. എല്ലാവരെയും നമ്മൾ സംശയദൃഷ്ടിയോടെയും ഭൂട്ടാനെ പോയിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളുമായിട്ടും നമുക്ക് നല്ല റിലേഷൻ ഇല്ല. അങ്ങനത്തെ അവസ്ഥയിൽ ബലൂജ് ആർമിക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നില്ല. പക്ഷേ ബലൂചിസ്ഥാൻ സ്വന്തമായിട്ട് അവരുടെ രീതിയിൽ തന്നെ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇന്ത്യയിലെ ഗവൺമെൻറ്റിനുള്ളത്. ചിലപ്പോൾ ഇന്ത്യ പിന്തുണച്ചില്ലെങ്കിലും മറ്റ് കൊച്ചു രാജ്യങ്ങൾ പിന്തുണയ്ക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രം കേൾക്കുന്നുണ്ട്. ഈ ബലൂചിസ്ഥാൻ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഇറാനിലും ഉണ്ട് ബലൂജികൾ പാകിസ്ഥാനിൽ മാത്രമുള്ള ആൾക്കാരല്ല, അവർ ഇറാനിലും ഉണ്ട്. അപ്പോൾ ഇറാന്റെ ഒരു സപ്പോർട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ബലൂചിസ്ഥാൻ ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ഈ അമേരിക്ക ഇപ്പോൾ ഇറാനെ അടിക്കാൻ ഉപയോഗിക്കുന്നത് ബലൂചിസ്ഥാന്റെ മണ്ണാണ്. അതെ. ഈ പാക് സൈനിക മേധാവി അസിം മുനീർ അവിടെ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ടാക്കാൻ, എയർ ബേസ് ഉൾപ്പെടെ അവിടെ ഒരു ഈ പറയുന്നത് പോലെ സൈനിക താവളം ഒരുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബലൂചിസ്ഥാൻ ഇത്തരത്തിൽ സൗകര്യം എന്നല്ല, പാകിസ്ഥാന്റെ എല്ലാ മിലിറ്ററി ഓപ്പറേഷൻസും അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ആക്കി കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു സ്ലേവറി കൺട്രി, ഒരു കോളനി ആയിട്ട് പാകിസ്ഥാനെ കണ്ടാൽ മതി, ഒരു കോളനി ആയിട്ട് അവർ കണ്ടാൽ മതി. അപ്പോൾ ഈ ആ അർത്ഥത്തിലാണ് ഇറാൻ ബലൂചിസ്ഥാനുമായിട്ട് കൈകോർക്കുന്നതെന്നാണ്. ഇവർ ഷിയ സുന്നി തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. പാകിസ്ഥാൻ ഒരു സുന്നി രാഷ്ട്രമാണ്. അതെ. നമ്മൾ ഇസ്ലാം എന്ന് പ്രത്യേകിച്ച് പറയുമ്പോഴത്തേക്കും ഇറാൻ ലോകത്തെ ഏറ്റവും വലിയ ഷിയ രാഷ്ട്രവും ഇവർ സുന്നി രാഷ്ട്രമാണ്. അപ്പോൾ അത് തമ്മിലുള്ള അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ നല്ലോണം ഉണ്ട്. അതുമല്ല, ഇന്ത്യ ഇസ്രായേലുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാനെ പേടിക്കേണ്ട കാര്യമുണ്ട്. കാര്യം ഇസ്രായേൽ പലപ്പോഴും അമേരിക്കയുടെ എതിർപ്പിനെ മറികടന്നിട്ട് പോലും ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ കാണിച്ച വ്യഗ്രത, പാകിസ്ഥാൻ എന്നുള്ള ഡേഞ്ചർ അവർക്ക് നല്ലവണ്ണം അറിയാമെന്നുള്ളത് കൊണ്ടാണ്. കാര്യം ഈ കാർഗിൽ യുദ്ധ സമയത്ത് തന്നെ ഇന്ത്യക്ക് അത്യാവശ്യത്തിലുള്ള സെൻസറുകളും മിസൈലുകളും തരാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ വോളണ്ടിയറായിട്ട് മുന്നോട്ട് വന്നത് അമേരിക്കയ്ക്ക് അത്രയ്ക്ക് രസിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ തന്നെ പാകിസ്ഥാനും സൗദിയുമായിട്ടുള്ള കരാറിൻ്റെ ഇടയ്ക്കും അമേരിക്കയുടെ റോളാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ, ഇന്ത്യയുടെ കാര്യം വരുമ്പോഴത്തേക്ക് പാകിസ്ഥാനും സൗദിയും അമേരിക്കയും ചൈനയും ശ്രീലങ്കയും എല്ലാം നമുക്കെതിരായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരെയും നമ്മൾ കൗണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് രാജ്യത്തിന് വളരെ ശ്രമകരമായ ഒരു ടാസ്ക്കാണ്. ഇത് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിയെ ഇത് ഒരുപാട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പൈസ അത്രയും നമ്മൾ ഡിഫൻസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇത് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ജാഫർ എക്സ്പ്രസിലേക്ക് വന്നാൽ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരും രംഗത്ത് വന്നിട്ടില്ല. അത് കൊറ്റയിലേക്ക് പോയ വണ്ടിയാണല്ലോ. കൊറ്റയിലേക്ക് പോയ ഒരു പാകിസ്ഥാൻ ട്രെയിനിൽ ബോംബ് വയ്ക്കണമെങ്കിൽ അത് ആരായിരിക്കും നമുക്കറിയാമല്ലോ. അത് ബലൂജ് വിമോചനം അത് തന്നെയാണ്. അവർ ഈ പറഞ്ഞ പോലെ 6, 10, 60 ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാവും, നല്ല രീതിയിലുള്ള മരണം ഉണ്ടാവും, പരിക്കേറ്റവർ ഒരുപാടുണ്ടാവും. അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ മീഡിയ, നമ്മൾ ബാലാക്കോട്ട് ആക്രമിച്ചപ്പോഴത്തേക്ക് പൈൻ മരത്തിൽ ബോംബിട്ടു എന്ന് പറഞ്ഞവരാണ് പാകിസ്ഥാൻ മീഡിയ. അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. അൽ ജസീറയും പാകിസ്ഥാനൊന്നും ഒരിക്കലും സത്യം പറയത്തില്ല. അതിനിപ്പോൾ BBC-യുടെയോ CNN-ൻ്റെയോ റിപ്പോർട്ടേഴ്സ് അവിടെ ചെന്ന്
വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച് ഇല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർ തന്നെ പുറത്തു വരും. ബലൂചിസ്ഥാൻ തന്നെ അതിൻ്റെ റിപ്പോർട്ട് പുറത്തു വിടും. ബലൂചിസ്ഥാൻ്റെ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ അവർ എത്ര പേരെ പിടികൂടിയിട്ടുണ്ടെന്നോ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും പാകിസ്ഥാൻ ഈ സമയത്ത് പറയേണ്ട കാര്യം, പാകിസ്ഥാൻ ഒരു ആഫ്രിക്കൻ രാജ്യം കഴിഞ്ഞാൽ ലോകത്തിലെ ഗ്ലോബൽ ടെററിസ്റ്റ് ഇൻഡെക്സിലെ നമ്പർ 2 രാജ്യമായിട്ട് മാറി. ബൈബിളിൽ പറയുന്നുണ്ട് വാളെടുത്തവൻ വാളാലേ എന്ന്. അപ്പം ടെററിസം കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ടെററിസം കൊണ്ട് അവർക്ക് നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലോട്ട് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ഫോടനം. നമുക്ക് ദീപാവലി ഒരു വർഷത്തിൽ 1 ദിവസം, പാകിസ്ഥാൻ എല്ലാ മാസവും എല്ലാ ആഴ്ചയും ദീപാവലിയാണ് അവിടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.